ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് നല്ല സ്പോഞ്ചായിട്ടുള്ള കേക്ക് ബേസ് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതിനാദ്യം വേണ്ടത് ഈ അളവ് കപ്പിൽ 1 കപ്പ് മൈദയാണ്. ഇതിനെ നമുക്കൊരു സ്ട്രെയിനറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൽ നിന്ന് 1 ടീസ്പൂൺ മൈദ മാറ്റാം. അതിന് പകരം 1 ടീസ്പൂൺ കോൺഫ്ലവർ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം. ഇനി നമുക്ക് ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂണാണ് വേണ്ടത്. അതും കൂടി ഇതിലോട്ട് ചേർക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് 1 പിഞ്ച് ബേക്കിംഗ് സോഡ അതും കൂടി നമുക്ക് ചേർക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് ചേർക്കാം. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് 3 മുട്ട എടുക്കാം. ഈ മുട്ടയുടെ എഗ്ഗ് വൈറ്റ്, യോക്ക് എന്നിവ സെപ്പറേറ്റ് ചെയ്തെടുക്കാം. എഗ്ഗ് യോക്കിനെ മാത്രം നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി അതിനെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒന്ന് സൈഡിലോട്ട് ചെരിച്ച് പിടിച്ചിട്ട് വേണം നന്നായിട്ട് കൈകൊണ്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ. ഇതുപോലെ നന്നായിട്ട് നമുക്ക് ബീറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വാനില എസൻസ് എഗ്ഗ് വൈറ്റിലോട്ട് ഒഴിച്ച് കൊടുക്കാം. അതും ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ശേഷം നമുക്ക് സൺഫ്ലവർ ഓയിൽ, 1 കപ്പ് ഷുഗർ പൗഡർ, യോക്ക്, എഗ്ഗിൻ്റെ വൈറ്റ്, വാം മിൽക്ക് 1/2 കപ്പ് ഇതെല്ലാം കൂടി നമുക്ക് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമുക്ക് ആദ്യം എഗ്ഗ് വൈറ്റ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല ഫ്ലഫി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് എടുത്തു വെച്ച സൺഫ്ലവർ ഒഴിച്ച് കൊടുക്കാം. കുറച്ചായിട്ട് ഒഴിച്ചിട്ട് വേണം അതങ്ങനെ ബീറ്റ് ചെയ്തെടുക്കാൻ. നമ്മൾ മാറ്റി വെച്ച എഗ്ഗ് യോക്ക് കുറച്ച് ഒഴിച്ചിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. നമുക്ക് 1/2 കപ്പ് വാം മിൽക്കാണിത്. അതിൽ അത്രയൊന്നും വേണ്ട, കുറച്ച് ഒഴിച്ച് കൊടുത്ത് അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് പൊടിച്ച് വെച്ച 1 കപ്പ് പഞ്ചസാരയാണ്. കുറച്ച് ഇട്ട് കൊടുത്ത് ശ്രദ്ധയോടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പം എല്ലാം ബീറ്റ് ചെയ്ത് സൂപ്പറായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ ആദ്യം തന്നെ അരിച്ചെടുത്ത പൊടികൾ കുറച്ചായിട്ട് ഇട്ട് നന്നായി കട്ട കുത്താതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഓരോ ടീസ്പൂൺ വീതം ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് വെച്ച് കൈകൊണ്ട് നന്നായിട്ട് കട്ട കുത്താതെ ശ്രദ്ധയോടെ ഇളക്കി കൊടുക്കാം. നമ്മുടെ ബാറ്റർ ഇതപ്പോൾ പകുതിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് മാറ്റി വെക്കാം.
നമുക്കൊരു 6 ഇഞ്ച് പാനാണ്. ഇതൊന്ന് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ബട്ടർ പേപ്പറിന് പകരം മൈദ കുറച്ച് തൂവി കൊടുക്കുക. അതെല്ലാ സൈഡിലോട്ടും വരുവോളം അങ്ങനെ ആക്കി കൊടുത്ത് നമുക്കതിലോട്ട് ബാറ്ററിന് ഒഴിച്ച് കൊടുക്കാം. നമുക്കൊരു ടൂത്ത് പിക്ക് ഉപയോഗിച്ച് ഇങ്ങനെ ആക്കി കൊടുക്കാം. എയർ എവിടെയെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ അത് പോവാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഇതുപോലത്തെ ഒരു പാത്രത്തിൽ തളിക വെച്ച് നമുക്ക് ഈ ബാറ്ററിന് ഇറക്കി വെക്കാം. എന്നിട്ട് ഒരു 3/4 മണിക്കൂർ കുക്ക് ചെയ്തെടുക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ച് വെന്തോന്ന് അറിയാൻ വേണ്ടിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ചെയ്ത് നോക്കാം. ഈ സൈഡൊക്കെ വെന്തിരിക്കുന്നത്, പക്ഷേ ഈ സെൻറ്റർ ഭാഗം വെന്തിട്ടില്ല. അപ്പോൾ ഒരു 5 മിനിറ്റും കൂടി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. കേക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്